വിശ്വസിക്കണം. അത്രേ ഉള്ളൂ. ഒരു തെറ്റും അനുമോളോട് അനീഷേട്ടൻ സോറി ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഊഞ്ഞാലിൻ്റെ ഇരുന്ന് നമ്മുടെ അനുമോളും അനീഷും തമ്മിലുള്ള വിഷയമുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നത് എനിക്ക് അനുവിനോട് ഒരു സ്നേഹം തോന്നി, അപ്പം അത് ഞാൻ തുറന്നു പറഞ്ഞു. അപ്പം അനുമോൾക്ക് അത് ഇഷ്ടമല്ല എന്ന് കരുതിയപ്പോൾ ഞാനത് വിട്ടു, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണം, ആ ചാപ്റ്റർ ക്ലോസ് ആണെന്ന് നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, അനീഷേട്ടൻ പറയുന്നുണ്ട് ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറരുത്, ഹാപ്പിയായിട്ട് നിൽക്കണമെന്ന് അനീഷ് പറയുന്നുണ്ട്. അതുപോലെ അനുമോട് ചോദിക്കുന്നുണ്ട്, അനീഷേട്ടന് എന്നോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനീഷേട്ടൻ പറയുന്നത് അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അനുമോള് ചോദിക്കുന്ന ഞാനന്ന് ഹാർട്ടും ഇമോജിയൊക്കെ തന്നത് അതൊക്കെ കണ്ടോണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അനുമോള് പറയുന്നു അതൊക്കെ ഞാൻ തമാശക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനീഷേട്ടനാണെങ്കിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു അനുമോൾക്ക് തിരിച്ചൊരു ഇഷ്ടം അനുമോക്കുണ്ട് എന്ന് തോന്നലിലാണ് അനീഷേട്ടൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് അനീഷേട്ടൻ പറയുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടാണ്, അനുമോൾക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ആണ് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതെന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇത് കാണാനായിട്ടാണെങ്കിൽ നമ്മുടെ പിന്നെ നിവിനാന്ന് ഇവർ പറയുന്നത് എന്തോന്ന് കേൾക്കാൻ വേണ്ടി അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. തൊട്ടു പുറമേന് ആദിലയും കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. അനീഷേട്ടൻ അന്നേരം അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം ഇവർ രണ്ടും കൂടെ പറഞ്ഞ് ഞങ്ങളിവിടെ തുണി ഉണക്കാൻ വന്നതാന്ന് പറയുന്നു. അന്നേരം അനീഷേട്ടൻ ചോദിക്കുന്നു ഇത്ര രാവിലെ ഏത് തുണിയാണ് ഉണങ്ങി കിട്ടുന്നത് എന്ന് നോക്കിയത്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ തുണി ഉണക്കാനായിട്ട് പോന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ മാറി പിന്നെ മതിലിന് അപ്പുറത്ത് മാറി ഇവർ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് എനിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യത്തോടെ പലരും വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പം അനീഷ് പ്രതീക്ഷിച്ചത് അനുമോളിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് പുള്ളിക്കാരൻ ഇങ്ങനൊരു ഇഷ്ടം അനുമോളോട് പറഞ്ഞത് തന്നെ. എന്തായാലും രണ്ടുപേരും കൂടെ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി കൈ കൊടുത്ത് ഷേക്കാൻ കൊടുത്ത് പിരിയുന്നുണ്ട് കേട്ടോ. അത് ഇനി മനസ്സിൽ വെക്കരുത്, അങ്ങനെ പെരുമാറരുത്, അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കരുതെന്ന് ഷേക്കാൻ